നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ചെന്നിത്തല കഴിഞ്ഞ ദിവസം അറസ്റ്റ് വരിച്ചത് ദേശസ്നേഹം കൊണ്ടൊന്നുമല്ല. മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ട്. അവിടെ സമരത്തിന് ചെന്നപ്പോൾ മുതിർന്ന നേതാക്കൾ അറസ്റ്റ് വരിച്ചു. അങ്ങനെ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലെത്തിയ ചെന്നിത്തലയും അറസ്റ്റിലായി കുരുങ്ങി. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിലായിരുന്നു അറസ്റ്റ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളും അറസ്റ്റിലായി. PCC ആസ്ഥാനമായ തിലക് ഭവനിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴായിരുന്നു പോലീസിന്റെ ഈ നടപടി. എന്തായാലും അറസ്റ്റോടെ ചെന്നിത്തലയുടെ സമയം ലേശം ഒന്ന് തെളിഞ്ഞ മട്ടാണ്. എന്താണെന്നല്ലേ, അടിച്ചു മോനെ എന്നാണ് അവസ്ഥ. കോൺഗ്രസിന്റെ ആ മന്ത്രി കസേര, അതെ, എനിക്കും കിട്ടും ആ മന്ത്രി കസേര എന്ന അവസ്ഥയിലായി. കേരളത്തിൽ ഇരുന്ന് സോപ്പിട്ട് പതപ്പിച്ചിട്ട് ഹൈക്കമാൻഡിനെ വരുതിയിലാക്കാൻ പറ്റില്ലെന്ന് ഏകദേശം ബോധ്യമായതോടെയാണ് ചെന്നിത്തലയുടെ മണിയടി അങ്ങ് മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയത്. ഇതോടെ ശരിക്കും അങ്ങ് ശശിമാരായത് കോൺഗ്രസിന്റെ മന്ത്രി കസേരയിൽ കണ്ണു നട്ടിരുന്ന അണ്ണന്മാരാണ്. സതീശന്റെ കാര്യമാണെങ്കിൽ ചാനൽ ക്യാമറയിലൂടെ തുടർച്ചയായ അസംബന്ധങ്ങളും അപരാധങ്ങളും സ്ഥായിയായ ഭുന്നഭാവത്തിൽ വിളിച്ചങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊക്കെ വിവാദം ഉണ്ടായാലും 10 മിനിറ്റ് കൊണ്ട് പുള്ളി പ്രശ്നം പരിഹരിച്ചു കളയുമെന്ന ഭീഷണിയാണ് എപ്പോഴും മുഴക്കുന്നത്. ഓടി നടന്ന് പ്രതിപക്ഷ കസേരയ്ക്കൊപ്പം മന്ത്രി കസേരയും കണ്ടിരുന്ന സതീശന്റെ അവസ്ഥ ഇപ്പോൾ ആകെ അങ്ങ് പ്ലിങ്ങായി. എന്തായാലും മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴായിരുന്നു ചെന്നിത്തലയുടെ ഈ മസ്തകത്തെ അടി. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസിൽ ചെന്നിത്തലയുടെ ഹൈക്കമാൻഡ് പതപ്പിക്കൽ ഏതാണ്ട് ഏറ്റമട്ടാണ്. പുതിയ ഈ പതപ്പിക്കലിലൂടെ ആ ലിസ്റ്റിൽ, മനസ്സിലായില്ലേ, മുഖ്യമന്ത്രി കസേരയുടെ ആ ലിസ്റ്റിൽ ഇടം നേടിയ സന്തോഷത്തിലാണ് ചെന്നിത്തല. ചെന്നിത്തലയുടെ ശബരിമല ദർശനവും കാവടിയാട്ടവും ഒക്കെ ഏതാണ്ട് ബലം കണ്ടു തുടങ്ങി. പാവം സതീശനാകട്ടെ പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയുടെ ആഘാതത്തിലും ഇനി എങ്ങനെ ഹൈക്കമാൻഡിനെ ചാക്കിലാക്കും എന്ന ചിന്തയിലാണ്. ഇനി വീണ്ടും ചാനലുകൾ നിരങ്ങണോ, അതോ ഏതെങ്കിലും വിവാദ പ്രസ്താവന നടത്തണോ, അതോ ഇനി എന്താണ് പുതിയ വഴി എന്നൊക്കെ ആലോചിച്ച് തല പുകയുകയാണ്. ഇനി എന്താണ് നാഷണൽ ഹെറാൾഡിന്റെ അവസ്ഥ എന്ന് നോക്കാം. കേസിൽ യോഗം വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും അധ്യക്ഷതയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കേസിൽ ED നടപടികൾ കടുപ്പിക്കുമ്പോൾ തുടർ നീക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ചുമതലയുള്ളവർ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. സോണിയാഗാന്ധിയെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയുമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡിന്റെ പേരിലുള്ള 166 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്നതിനുള്ള നടപടികൾ ED ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് കേസ്. യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ നിയമവിരുദ്ധമായി ഏറ്റെടുത്തെന്നും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ തലവര എന്താകുമെന്ന് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.